അടുത്ത സെക്ഷൻ പ്രോബ്ലംസ് ആണ്. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് cos of pi by 4 plus x plus cos of pi by 4 minus x equal to root 2 cos x എന്ന് തെളിയിക്കാനാണ്. രണ്ടാമത്തെ പ്രോബ്ലം പ്രൂവ് ദാറ്റ് sin 5xa plus sin 3xa whole divided by cos 5xa plus cos 3xa equal to tan 4x എന്ന് പ്രൂവ് ചെയ്യാനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് cos xa plus cos y whole square plus sin xa plus sin y whole square equal to 4 cos square of x minus y by 2. നാലാമത്തെ പ്രോബ്ലം പ്രൂവ് ദാറ്റ് cos xa minus cos y whole square plus sin xa minus sin y whole square equal to 4 sin square of x minus y by 2 എന്ന് തെളിയിക്കാനാണ്. ഈ 4 ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 വർഷങ്ങൾ മാർച്ച് 2011 ആൻഡ് മാർച്ച് 2015. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മാർച്ച് 2010, 13, 14. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാർച്ച് 2011. ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നും തെളിയിക്കാം, പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഒന്നാമത്തത് എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് തെളിയിക്കേണ്ടത്? cos ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് cos ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ്, ഇതാണ് അതിൻ്റെ LHS. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലത്തിൻ്റെ LHS നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? റൂട്ട് 2 cos x എന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് cos ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ, ആ രൂപത്തിലാണല്ലോ cos ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് കിടക്കുന്നത്. പ്ലസ് cos ഓഫ് പൈ ബൈ 4 മൈനസ് എക്സോ cos ഓഫ് എക്സ് മൈനസ് വൈ എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. ഒന്ന് ആ രീതിയിൽ അപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ അതെന്തായാലും ചെയ്യുന്നില്ല, കാരണം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണല്ലോ cos ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് cos ഓഫ് എക്സ് മൈനസ് വൈ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ പുതുതായി പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ശരിക്കും ഏത് രൂപത്തിലാണ് നോക്കിയേ, സം ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്നിട്ട് റൂട്ട് 2 cos x കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ സമ്മിൽ നിന്ന് പ്രൊഡക്റ്റിലേക്കുള്ള ഫോർമുല നമുക്കറിയാം. എങ്ങനെയായിരുന്നു? cos xa പ്ലസ് cos y, ആ രൂപത്തിലാണല്ലോ ഇത് കിടക്കുന്നത്. എന്താണ്? cos xa പ്ലസ് cos y. എന്താണ് cos xa പ്ലസ് cos y? cos xa പ്ലസ് cos y ഈക്വൽ ടു 2 cos x plus y by 2 into cos of x minus y by 2. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് സമ്മിലാണ് ഇത് കിടക്കുന്നത്. ഇതിനെ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഏതാണ് ഇക്വേഷൻ? cos xa plus cos y equal to 2 cos x plus y by 2 cos of x minus y by 2. ഇനി നമുക്കത് അപ്ലൈ ചെയ്യാം. എക്സിൻ്റെ പ്ലേസിൽ പൈ ബൈ 4 പ്ലസ് എക്സും വൈൻ്റെ പ്ലേസിൽ പൈ ബൈ 4 മൈനസ് എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ cos xa plus cos y 2 cos x plus y by 2. എക്സ് എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 പ്ലസ് എക്സ് ആണ്. ഓക്കെ, എക്സ് എഴുതി പ്ലസ് വൈൻ്റെ പ്ലേസിൽ എന്താ? പൈ ബൈ 4 മൈനസ് എക്സ് ആണ്. ഹോൾ ഡിവൈഡ് ബൈ 2 ഇങ്ങനെ വരും. നമുക്ക് തോന്നുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷേ എളുപ്പമാണ്. കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്തൊക്കെ പോവും. cos ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. എക്സിൻ്റെ പ്ലേസിൽ പൈ ബൈ 4 പ്ലസ് എക്സും വൈൻ്റെ പ്ലേസിൽ ഇടയിൽ മൈനസ് ആണ്, അത് ശ്രദ്ധിക്കുക. ഈ മൈനസ് ഇടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് ഇടാതിരിക്കരുത്. ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. പൈ ബൈ 4 പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് പൈ ബൈ 4 മൈനസ് എക്സ്. ഈ മൈനസ് ഇട്ടില്ലെങ്കിൽ ആകെ തെറ്റും, അപ്പോൾ അത് ശ്രദ്ധിക്കാം. 2 cos x plus y by 2 cos of x minus y by 2. ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യാം. അതാ എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. ഇവിടെയോ പൈ ബൈ 4ഉം മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് പൈ ബൈ 4ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള ടേംസ് എഴുതാം. ബാക്കിയുള്ളത് ഈക്വൽ ടു 2 cos
π/4 π/4 കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക? π/4 π/4 ഡിനോമിനേറ്റർ സെയിം ആയാൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതിയല്ലോ. ഒരു π പ്ലസ് ഒരു π അല്ലേ, 2π/4 വരും. എന്താണ്? 2π/4. അല്ലെങ്കിൽ പൈൻ്റെ കാൽ പോർഷൻസ് ആണല്ലോ രണ്ടും, രണ്ട് കാൽ പോർഷൻസ് കൂട്ടിയാൽ ഹാഫ് ആവുമല്ലോ. അപ്പോൾ π/2 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? π/2 അല്ലേ. അപ്പം നേരിട്ട് എഴുതുകയാണ് π/2. 2 cos π/2 ആയി. പിന്നെ ഇൻറ്റു കോസ് ബാക്കി ഇവിടെ ശ്രദ്ധിക്കുക, π/4 ക്യാൻസൽ ചെയ്തു. എക്സ് ഉണ്ട്, മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് ഉള്ളിലുണ്ട് മൈനസ്, പുറത്തുണ്ട് മൈനസ്. ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പം എക്സ് പ്ലസ് എക്സ് വരും. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ് അല്ലേ. അപ്പം എന്ത് വരും? 2x. ഇവിടെ /2 എഴുതണം, മറക്കരുത്. /2. അപ്പം എന്തായി? 2x/2. ഇവിടെയും /2 എഴുതാൻ മറക്കരുത്, ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. π/2 /2 2 cos 2x /2 വരും അല്ലേ. ഇങ്ങനെ വരും. π/2 /2 cos 2x /2 എന്ന് വരും. അപ്പം നമുക്ക് ഈസ് ഈക്വൽ ടു 2 cos, എങ്ങനെയാണ് π/2 /2 കാണുക? π/2 ഇതൊരു റേഷണൽ രൂപത്തിലാണ്, ഇതിനെ 2/1 എഴുതാം. അപ്പോൾ 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ഇത് 2/1 ആണ്, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? π × 1 π /2 × 2 4 അല്ലേ. π/4 വരും. 2 cos π/4. പിന്നെ cos 2x /2 2 ക്യാൻസൽഡ് അല്ലേ. അപ്പോൾ അവിടെ എന്തായി മാറും? cos x. എന്താണ് cos π/4? അതായത് cos 45 ഡിഗ്രി. cos 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 ആണ്, നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 × 1/√2 × cos x എന്ന് വരും. പിന്നെ ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ടേംസ് ഓഫ് √2 √2 × √2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് √2 × √2 × 1/√2 cos x എന്ന് എഴുതാം. ഒരു √2, കാരണം √2 കൂടെ ഗുണിച്ചാൽ 2 ആണല്ലോ. അപ്പോൾ √2 ഒരു √2 ക്യാൻസൽഡ്. ബാക്കി √2 × 1 √2 cos x. ആൻസർ ആയല്ലോ. തന്നെയല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഇത് ഇനി മറ്റേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. cos of x + y അപ്ലൈ ചെയ്യുക, പ്ലസ് cos of x - y അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ പുതിയ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 2 വർഷം ചോദിച്ചതാണ്. രണ്ടാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. പ്രൂവ് ദാറ്റ് sin 5x. അപ്പോൾ LHS കൺസിഡർ ചെയ്യുക, അതും പ്രൂവ് ചെയ്യാനാണ്. LHS എടുത്തു. sin 5x + sin 3x / cos 5x + cos 3x അല്ലേ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്തു. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് കിട്ടേണ്ടത്? tan 4x ഈക്വൽ ആണെന്ന് കിട്ടണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്തേ മതിയാവൂ. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇത് ഏത് ഫോമിലാ. നോക്കിയേ, sin x + sin y എന്നുള്ള രൂപത്തിലല്ലേ. ഡിനോമിനേറ്ററോ cos x + cos y എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ സമ്മിൽ നിന്ന് പ്രൊഡക്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്യാലോ. അപ്പോൾ രണ്ട് ഇക്വേഷൻസും നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താണ് sin x + sin y? sin y = 2 sin x + y/2 cos x - y/2 അല്ലേ. ഇതാണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തത് cos x + cos y. cos x + cos y ഇക്വേഷൻ 2 cos x + y/2 cos x - y/2. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻസ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ സൈന് എക്സിൻ്റെ പ്ലേസിൽ 5x അല്ലേ, വൈൻ്റെ പ്ലേസിൽ 3x. അപ്പോൾ അതാണ് കൊടുത്താൽ മതി. അപ്പോൾ എന്താ കിട്ടുക? sin 5x + sin 3x =
എന്ത് വരും? 2 sin x plus y by 2. എക്സിൻ്റെ പ്ലേസിൽ 5x പ്ലസ് വൈൻ്റെ പ്ലേസിൽ 3x ഡിവൈഡ് ബൈ 2. അടുത്തത് cos of x minus y by 2. എക്സിൻ്റെ പ്ലേസിൽ 5x minus 3x ഡിവൈഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് cos x പ്ലസ് cos y എന്താണ് ഇക്വേഷൻ ഉള്ളത്? 2 cos x plus y by 2 cos of x minus y by 2. അപ്പോൾ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം 2 cos x plus y by 2 എന്ന് പറഞ്ഞാൽ 5 ആണ്, 5x ആണ് എക്സിൻ്റെ പ്ലേസിൽ. 5x പ്ലസ് 3x ഡിവൈഡ് ബൈ 2 ഇൻറ്റു cos ഓഫ് 5x മൈനസ് 3x ഡിവൈഡ് ബൈ 2 അല്ലേ, ഇങ്ങനെ വരും. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു 2 sin 5x പ്ലസ് 3x എന്ത് കിട്ടും? 8x. 8x ബൈ 2 8x ബൈ 2 cos ഓഫ് 5xൽ നിന്ന് 3x കുറച്ചാൽ 2x 2x ബൈ 2 ഡിവൈഡഡ് ബൈ 2 cos 5x പ്ലസ് 3x 8x ബൈ 2 cos ഓഫ് 5x മൈനസ് 3x 2x ബൈ 2. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യാം. 8ൽ 2 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം അല്ലേ. പിന്നെ 2 ക്യാൻസൽ. ഇവിടെ 8ൽ 2 4 പ്രാവശ്യം, ഇവിടെ 2 ക്യാൻസൽ. ആൻഡ് ഇങ്ങനെ വരും. ദാറ്റ് ഈസ് 2 sin 4x cos x ഡിവൈഡഡ് ബൈ, ശരിയല്ലേ, 2 cos 4x cos x ആയി മാറും. ഇത് ഫുൾ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മേലെ തന്നെ ക്യാൻസൽ ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാനതവിടെ ചെയ്യാതിരിക്കുന്നത് ഇത് ഫസ്റ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മേലെ നിന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇതൊക്കെ ഫുൾ ഇൻറ്റു ആണ്. അപ്പോൾ നമുക്ക് താഴെ മേലേക്ക് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്യാമായിരുന്നു കേട്ടോ. എങ്ങനെ ക്യാൻസൽ ചെയ്യാമായിരുന്നു? അതാ, അപ്പോൾ അത് ഇത്രയും ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയാണ്. ഇത്രയും ചെയ്യാതെ മേലെ തന്നെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഒന്ന് കാണിച്ചു തന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നോക്കുക, മേലെ തന്നെ ക്യാൻസൽ ചെയ്യാം. എങ്ങനെ? 2 ഇതാ ഒക്കെ ഇൻറ്റു ആണ്, ഒക്കെ ഇൻറ്റു ആണ്. ഇതാ 2 ക്യാൻസൽഡ്. ഇതാ cos 5x മൈനസ് 3x ബൈ 2 സിമിലർ ടേം ആണ്, ഇൻറ്റു ആണ്. അത് അവിടെ തന്നെ ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ? സൈൻ ഓഫ് 8x ബൈ 2 ഡിവൈഡഡ് ബൈ cos ഓഫ് 8x ബൈ 2 എന്ന് മാത്രമേ വരുള്ളൂ. സൈൻ ഓഫ് 8x ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ 4x അല്ലേ, ക്യാൻസൽ ചെയ്താൽ 4 സൈൻ 4x ഡിവൈഡ് ബൈ cos 4x എന്ന് വരും. എന്താണ് സൈൻ എക്സ് ബൈ കോസ് എക്സ്? ടാൻ എക്സ് അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ടാൻ 4x എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം തീർന്നു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 2011 ചോദിച്ചതാണ്. ഷോ ദാറ്റ് cos x plus cos y whole square plus sin x plus sin y whole square equal to 4 cos square of x minus y by 2 എന്ന് കാണിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ LHS കൺസിഡർ ചെയ്യാം. എന്താണ് LHS? മൂന്നാമത്തിൻ്റെ സൊല്യൂഷൻ. LHS എന്താണ്? cos x പ്ലസ് cos y whole square plus sin x plus sin y whole square. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS അല്ലേ. ഇത് രണ്ട് രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട്. അതേതാ പഠിച്ച ഇക്വേഷൻ? cos x പ്ലസ് cos y പഠിച്ചില്ലേ? എന്താണ്? 2 cos ഓഫ് x പ്ലസ് y ബൈ 2 cos ഓഫ് x മൈനസ് y ബൈ 2. ഈ സമ്മിന് പകരം അത് കൊടുക്കുക. ഏതാണ് സമ്മ്? ഞാൻ ഒരു രീതിയിലേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ മെത്തേഡ് ഞാൻ ചെയ്യുന്നില്ല പുതിയ ഇക്വേഷൻ വെച്ചിട്ട്. പുതിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് സം ഫോർമുല ഉണ്ടല്ലോ, സമ്മിനെ പ്രൊഡക്റ്റ് ആക്കി എഴുതാവുന്നത് ഏതാണ്? കോസ് എക്സ് എ പ്ലസ് കോസ് വൈ ഈസ് ഈക്വൽ ടു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ എന്നാക്കി കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല അല്ലേ. പ്ലസ് സൈൻ എക്സ് എ പ്ലസ് സൈൻ വൈ ഹോൾ സ്ക്വയറോ? സൈൻ എക്സ് എ പ്ലസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഏത് വേണം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. ഇങ്ങനെ ചെയ്താൽ ഇതിനോട് ഈക്വൽ ആണല്ലോ, ശരിയല്ല? ഈ സമ്മിന് പകരം എന്താക്കി? പ്രൊഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്തു. ഇതാ ഈ സമ്മിന് പകരം ആ പ്രൊഡക്റ്റിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു. ഇങ്ങനെ ആക്കിയാൽ സുഖമാണ്, കുറച്ചുകൂടെ എളുപ്പമാണ്, നല്ലൊരിതാണ്. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, കോസ് എക്സ് എ പ്ലസ് കോസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ളത് മറ്റൊരു രീതി കേട്ടോ. ഈ രീതി അല്ലാതെയും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. എൻ്റെ പ്ലേസിൽ കോസ് എക്സ്, ബീൻ്റെ പ്ലേസിൽ കോസ് വൈ ആണ് മാത്രം. ഇവിടെ അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താലും ഈ ആൻസറിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മൾ ഏതായാലും നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, കോസ് എക്സ് എ പ്ലസ് കോസ് വൈക്ക് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് അപ്ലൈ ചെയ്തു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഹോൾ സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2. ഇതിൻ്റെയൊക്കെ ഹോൾ സ്ക്വയർ, ഇതൊക്കെ ഇൻറ്റു ആണ് കേട്ടോ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ഇൻറ്റു ആണ്. അപ്പോൾ ഇപ്പോൾ എ ബി സി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. 2 സ്ക്വയർ 4 കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. അല്ലാതെ എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതരുത്, ഒരു തരത്തിലും എഴുതരുത്, രണ്ടും രണ്ടാണ്. പ്ലസ് 2 സ്ക്വയർ 4 സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2. പിന്നെ എവിടെയോ കോസ് സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയത് അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടണം? 4 കോസ് സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 എന്ന് കിട്ടണം. കിട്ടുമോ നോക്കാം. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാ? 4 ഇതിലുണ്ട്, ഇതിലും ഉണ്ട് അല്ലേ. പിന്നെയോ കോസ് സ്ക്വയർ, പിന്നെ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ളതുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ട്. ഇതാ കോസ് സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 ഉണ്ട്. ഇതാ കോസ് സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ ആ രണ്ട് ടേം 4 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എന്താ വരാൻ നോക്കാം. ഈക്വൽ ടു 4 ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 പുറത്തെടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള ടേംസ് ആദ്യത്തെ ബാക്കി ഏതാണ്? കോസ് സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 അല്ലേ. കോസ് സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഉള്ളിൽ പ്ലസ് ഇവിടെ ബാക്കി സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2. സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ശരിക്കും എന്ത് ഫോമിലാണ് ഇപ്പോൾ കിടക്കുന്നത്? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള രൂപത്തിലാണ്. എക്സിൻ്റെ പ്ലേസിൽ എന്താന്നേ ഉള്ളൂ? എക്സ് പ്ലസ് വൈ ബൈ 2 ആണെന്ന് മാത്രം. നമുക്കറിയാം എന്ത്? കോസ് സ്ക്വയർ എക്സ് എ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ്? 1 അല്ലേ. ഇത് രണ്ടും സെയിം ആയാൽ മതി. ഇവിടെ ഇത് രണ്ടും സെയിം അല്ലേ. therefore നമുക്ക് എന്ത് എഴുതാം? കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2ന് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ 1 നമ്മളിവിടെ കൊടുക്കാൻ പോവാണ്. 4 ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ്
എക്സ് മൈനസ് വൈ ബൈ ടു അല്ലേ? അത് എഴുതി. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ എന്താവും? ഇൻറ്റു 1 ആവും. ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഏതന്നെയാണ്? ഇതാ 4 cos സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ ടു ആയി. ഓക്കെ, ഇനി മറ്റേ മെത്തേഡ് ഞാൻ ഒന്നും കൂടെ പറയാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, അതായത് ഒന്നുമില്ലെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ മെത്തേഡിൽ ചെയ്യുക. ഏതിൽ ചെയ്തായാലും ആൻസർ കിട്ടുകയും ചെയ്യും, മാർക്കും കിട്ടും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ സ്വയം ചെയ്തു നോക്കൂ. നാലാമത്തെ പ്രോബ്ലം ആണ്. പ്രൂവ് ദാറ്റ് കോസ് എക്സ് മൈനസ് കോസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സൈൻ സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ ടു. ഇതും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. അത് നിങ്ങൾ സ്വയം ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്താണ് കോസ് എക്സ് എ മൈനസ് കോസ് വൈ? ഇത് ഡിഫറൻസ് ഫോർമുലയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗുണമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, പുതിയ ഇക്വേഷൻ വെച്ചിട്ട്. എന്താണ് കോസ് എക്സ് എ മൈനസ് കോസ് വൈ ഇക്വേഷൻ? കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു സൈൻ എക്സ് മൈനസ് വൈ ബൈ ടു അല്ലേ? ഇതാണ് നമ്മളുടെ കോസ് എക്സ് എ മൈനസ് കോസ് വൈ. അതുപോലെ തന്നെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്താണ് ഇക്വേഷൻ? സൈൻ എക്സ് എ മൈനസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ ടു സൈൻ എക്സ് മൈനസ് വൈ ബൈ ടു. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് രണ്ടും അവിടെ കൊടുത്താൽ ഗുണമാവും എന്ന് പറയാൻ കാരണം, ഇല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് കുറച്ചും കൂടെ ലെങ്തിയാണ്. അപ്പോൾ അതിന് പകരം ഒരു പ്രൊഡക്റ്റിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഹോൾ സ്ക്വയർ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല അല്ലേ? നോക്കാം. അപ്പോൾ അതിന് പകരം നമ്മൾ LHS കൺസിഡർ ചെയ്യാണ്. കോസ് എക്സ് എ മൈനസ് കോസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഹോൾ സ്ക്വയർ. LHS കൺസിഡർ ചെയ്തു. ഇനി നമ്മുടെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻസ് പറഞ്ഞാൽ -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു സൈൻ എക്സ് മൈനസ് വൈ ബൈ ടു ഇതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് രണ്ടാമത്തത് 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ ടു സൈൻ എക്സ് മൈനസ് വൈ ബൈ ടു ഇതിൻ്റെയും ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഹോൾ സ്ക്വയർ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഫുൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ABC ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A സ്ക്വയർ B സ്ക്വയർ C സ്ക്വയർ ആണ്. അപ്പോൾ -2 ഹോൾ സ്ക്വയർ 4 അല്ലേ? പിന്നെ സൈൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു. അല്ലാതെ സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതരുത്, സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു. അതേപോലെ തന്നെ സൈൻ സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ ടു പ്ലസ് 2 സ്ക്വയർ 4. കോസ് എക്സ് പ്ലസ് വൈ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് വൈ ബൈ കോസ് സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു. അതൊന്നും കൂടെ ഞാൻ പറയാം. അതായത് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? കോസ് സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടുവിനോട് ഈക്വലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? കോസ് എക്സ് പ്ലസ് വൈ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടുവിനോട് ഈക്വലാണ്. ഇതിനോട് ഈക്വൽ അല്ല എന്ത്? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ ടു ഹോൾ സ്ക്വയർ. അത് മനസ്സിലാക്കുക. അത് രണ്ടും രണ്ടാണ്. ഓക്കെ, ഇൻറ്റു ബാക്കി സൈൻ സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ ടു, സൈൻ സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ ടു ഈക്വൽ ടു രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേംസ് പുറത്തെടുക്കുക. ഒന്ന് ഇതിൽ 4 ഉണ്ട്, ഇതിൽ 4 ഉണ്ട്. പിന്നെ ഇതിൽ സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു ഉണ്ട്, ഇതിലും സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു ഉണ്ട്. അത് രണ്ടും ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുക.
ബാക്കിയുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? 4 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2 പുറത്തെടുത്തു ബ്രാക്കറ്റിൽ. പിന്നെ ഇവിടെ ബാക്കി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 ഉള്ളൂ, പ്ലസ് ഇവിടെ ബാക്കി കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2. അവിടെ സ്പേസ് ഇല്ല, അവിടെ എഴുതാം കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 ആണ് ബാക്കിയുള്ളത്. ഓക്കെ, ക്ലിയർ? ഈക്വൽ ടു, ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തതിന് നമുക്ക് എന്തെഴുതാം? 4 ഇൻറ്റു സൈൻ സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ഏത് രൂപത്തിലാണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ള രൂപത്തിലാണ്. അതിന് നമുക്ക് എന്തെഴുതാം? 1 എന്നെഴുതാം അല്ലേ? സിമിലർ ടേംസ് ആണോ? സിമിലർ ടേംസ് അല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്, സെയിം ടേം ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതേ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? ആൻസർ ആയല്ലോ. ഈക്വൽ ടു എന്ത് കിട്ടി? അതന്നെയല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? 4 സൈൻ സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, ക്ലിയർ? ഫിഫ്ത്ത് പ്രോബ്ലം. ഷോ ദാറ്റ് tan 5x plus tan 3x divided by tan 5x minus tan 3x equal to 4 cos 2x into cos 4x. Sixth problem. Prove that sin 5x minus 2 sin 3x plus sin x divided by cos 5x minus cos x equal to tan x. Seventh problem. Prove that cos 3x plus cos 7x minus cos 2x divided by sin 7x minus sin 3x minus sin 2x equal to cot 2x. ഓക്കെ, 3 പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് 5ഉം 6ഉം 7ഉം അഞ്ചാമത്തേൻ്റെ സൊല്യൂഷൻ നോക്കാം. ഫിഫ്ത്ത് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? ഫിഫ്ത്ത് പ്രോബ്ലം ഷോ ദാറ്റ് എന്നാണ്, കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് LHS കൺസിഡർ ചെയ്യാം. tan 5x പ്ലസ് tan 3x ഡിവൈഡഡ് ബൈ tan 5x മൈനസ് tan 3x. ടാനുമായിട്ട് ഇത് കിട്ടേണ്ട ആൻസർ ഒന്ന് ശ്രദ്ധിക്കണം. 4 cos 2x ഇൻറ്റു cos 4x ആണ്. കോസിലാണ് എല്ലാം കിടക്കുന്നത് അല്ലേ? അപ്പോൾ ടാനിൽ നിന്ന് കോസിലേക്ക് എത്തി. അപ്പോൾ അത് ഏകദേശം ഒരു മനസ്സിലൊരു ധാരണ വേണം. കാരണം ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, സം ഫോമുല ടാനിൻ്റെ പഠിച്ചിട്ടില്ല. നമ്മൾ ആകെ പഠിച്ചത് സൈനിൻ്റെയും കോസിൻ്റെയും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടാനിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം ഏതിലേക്ക്? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണല്ലോ. അപ്പോൾ ടാൻ 5x നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 5x ഡിവൈഡ് ബൈ കോസ് 5x എന്ന് എഴുതാം. പ്ലസ് ടാൻ 3x നമുക്ക് എന്തെഴുതാം? സൈൻ 3x ബൈ കോസ് 3x എന്ന് എഴുതാം. ടാൻ 5x വീണ്ടും എഴുതുക, ഇടയിൽ മൈനസ് ഇടുക, വീണ്ടും ടാൻ 3x എഴുതുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാം. ഈക്വൽ ടു ടാൻ 5x നമ്മൾ എന്താ കൊടുക്കുന്നത്? സൈൻ 5x ബൈ കോസ് 5x. ഓക്കെ, പ്ലസ് ടാൻ 3x നമുക്ക് എന്ത് എഴുതാം? സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 3x ഹോൾ ഡിവൈഡഡ് ബൈ വീണ്ടും ടാൻ 5x sin 5x by cos 5x minus sin 3x divided by cos 3x അല്ലേ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുക എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊരു റാഷണൽ നമ്പറിൻ്റെ രൂപത്തിലാണ്, റാഷണൽ ഫംഗ്ഷൻ രൂപത്തിലാണ്. ഇതും റാഷണൽ ഫംഗ്ഷൻ എന്നുള്ള രൂപത്തിലാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഡിനോമിനേറ്ററിനെ നമുക്ക് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്കതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാ? സൈൻ 5x ഇൻറ്റു കോസ് 3x അല്ലേ? സൈൻ
5x ഇൻറ്റു കോസ് 3x പ്ലസ് സൈൻ 3x ഇൻറ്റു കോസ് 5x അല്ലേ? എന്താണ് സൈൻ 3x ഇൻറ്റു കോസ് 5x ഡിവൈഡഡ് ബൈ കോസ് 5x ഇൻറ്റു കോസ് 3x അല്ലേ? കോസ് 5x ഇൻറ്റു കോസ് 3x ഇതാണ് ഇപ്പോൾ ന്യൂമറേറ്റർ ആയത് അല്ലേ? ഡിവൈഡഡ് ബൈ താഴെ അതുപോലെ ചെയ്യാം. സൈൻ 5x ഇൻറ്റു കോസ് 3x സെയിം ടേം തന്നെയാണ്, മേലത്തെ അതേ ടേം തന്നെയാണ്, ബട്ട് ഇടയിൽ മേലെ പ്ലസും താഴെ മൈനസും ആണെന്ന് മാത്രം. മൈനസ് സൈൻ 3x കോസ് 5x ഡിവൈഡഡ് ബൈ കോസ് 5x ഇൻറ്റു കോസ് 3x അല്ലേ? ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയത്. ഇതിനി വീണ്ടും ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ നോക്കിയേ, ഇത് ഈ ന്യൂമറേറ്റർ മീൻസ് ഇതൊരു റേഷണൽ നമ്പറിൻ്റെ രൂപത്തിലാണ്, അതുപോലെ ഇതും ഒരു റേഷണൽ നമ്പറിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ന്യൂമറേറ്റർ നോക്കാം. ഇതൊന്ന് നോക്കിയേ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നുള്ള രൂപത്തിലേക്ക് എഴുതാം. അതിനെ നോക്കിയേ, സൈൻ എ മീൻസ് 5x പ്ലേസ് സൈൻ എക്സ് ആയിക്കോട്ടെ, ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക. സൈൻ എക്സ് കോസ് വൈ, ഇത് വൈയും ആണെന്ന് വിചാരിക്കുക. സൈൻ എക്സ് കോസ് വൈ പ്ലസ് നമ്മുടെ ഇക്വേഷൻ കോസ് എക്സ് സൈൻ വൈ എന്നാണ്. ഇതാ കോസ് എക്സ് മീൻസ് എക്സ് ഇവിടെ 5x അവിടെ നോക്കിയേ. അപ്പോൾ അത് തിരിച്ചെഴുതുകയാണ് കേട്ടോ, നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കോസ് 5x ഇൻറ്റു സൈൻ 3x, ഇത് എക്സ് തന്നെയല്ലേ, ഇവിടെ കൊടുത്ത എക്സ് തന്നെ ആയിരിക്കണം ഇവിടെയും. കോസ് എക്സ് സൈൻ വൈ, ഇത് വൈ അല്ലേ? അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഏത് ഇക്വേഷനാണത്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ? ആ ഇക്വേഷൻ ഏതാണ്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ് എന്ത്? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്നുള്ള ഇക്വേഷൻ. ക്ലിയർ? ഇനി അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പോൾ അതിന് ആ ന്യൂമറേറ്ററിന് പകരം, അതായത് സൈൻ 5x ഇൻറ്റു കോസ് 3x പ്ലസ് കോസ് 5x ഇൻറ്റു സൈൻ 3x പകരം നമുക്ക് എന്തെഴുതാം? സൈൻ ഓഫ് എക്സിൻ്റെ പ്ലേസിൽ 5xും വൈൻ്റെ പ്ലേസിൽ 3xും. അപ്പം നമുക്ക് എന്തെഴുതാം? സൈൻ ഓഫ് 5x പ്ലസ് 3x എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നമുക്ക് അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോസ് 5x കോസ് 3x ഹോൾ ഡിവൈഡഡ് ബൈ. അപ്പം ന്യൂമറേറ്റർ ചെറുതായി, അതേപോലെ തന്നെ ഈ ഡിനോമിനേറ്റർ ഈ റേഷണൽ ഫംഗ്ഷനെ നമുക്ക് മാറ്റാം. ഇത് ഏത് രൂപത്തിലാണ് നോക്കിയേ? സൈൻ എക്സ് കോസ് വൈ മൈനസ് ഇതിനാദ്യം എഴുതി കോസ് 5x മേലത്തെ തന്നെയാണല്ലോ, ഇടയിൽ മൈനസ് ആണെന്ന് തന്നെയല്ലേ ഉള്ളൂ വ്യത്യാസം. സൈൻ 3x നോക്കിയേ, സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. അപ്പം നമുക്കിതിനെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ അല്ലേ? മേലത്തെ തന്നെയാണ്, ഇടയിൽ പ്ലസ് ആണെന്ന് മാത്രം. അപ്പം എന്താണ്? സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. എന്താണ് എക്സ് മൈനസ് വൈ? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ അല്ലേ? അപ്പോൾ അത് നമുക്കിവിടെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. എക്സിൻ്റെ പ്ലേസിൽ 5x മൈനസ് 3x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതന്നെ. എന്താണ്? കോസ് 5x ഇൻറ്റു കോസ് 3x. ഓക്കെ, ഇനി ഒന്നും കൂടെ സിമ്പിളാക്കാം. എങ്ങനെ നോക്കാം? എങ്ങനെ നമുക്കൊന്നും കൂടെ സിമ്പിളാക്കാം? ഈ സൈൻ 5x പ്ലസ് 3x എന്താ? സൈൻ 8x അല്ലേ? സൈൻ 8x ഡിവൈഡഡ് ബൈ കോസ് 5x കോസ് 3x ഹോൾ ഡിവൈഡഡ് ബൈ അല്ലേ? പിന്നെ സൈൻ 5x മൈനസ് 3x എന്താ? 2x ഡിവൈഡഡ് ബൈ കോസ് 5x ഇൻറ്റു കോസ് 3x.
ഇനി ഇതൊരു റേഷണൽ ഫംഗ്ഷൻ്റെ രൂപത്തിലാണ്, ഇതും ഒരു റേഷണൽ ഫംഗ്ഷൻ്റെ രൂപത്തിലാണ്. അപ്പം നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ കുറച്ച് ടേംസൊക്കെ ക്യാൻസലായി പോകും. ഏതൊക്കെയാണ് നോക്കാം. ഏതൊക്കെയാണ് ക്യാൻസലായി പോവുക? sin 8x ഡിവൈഡഡ് ബൈ കോസ് 5x ഇൻറ്റു കോസ് 3x ഇൻറ്റു അല്ലേ. റെസിപ്രോക്കൽ കൊണ്ട് പറഞ്ഞാൽ ഇത് മേലെ വരും, ഇത് താഴെ. അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? കോസ് 5x ഇൻറ്റു കോസ് 3x ഡിവൈഡഡ് ബൈ sin 2x അല്ലേ. ശരിയല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാലോ, ഒരേ ടേംസ് ആണല്ലോ, ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? sin 8x ബൈ sin 2x. എന്താണ്? sin 8x ബൈ sin 2x. ഇപ്പം നമുക്ക് sin 8x ബൈ sin 2x എന്ന് കിട്ടി അല്ലേ. ഈ sin 2x ഒന്നും ചെയ്യണ്ടപ്പോൾ അപ്പോൾ അത് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ കിടക്കട്ടെ. പക്ഷേ ഈ sin 8x വില കാണണം. ഇക്വേഷൻ ഉണ്ടോ? ഇല്ല. sin 2x ഇക്വേഷൻ ഉണ്ട്. എന്താണ് sin 2x ഇക്വേഷൻ? sin 2x ഇക്വേഷൻ എന്താ? sin 2x രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ടാനിലുള്ളതാണ്, അതിവിടെ വേണ്ട. സൈനിലും കോസിലും ഉള്ള ഇക്വേഷൻ ഏതാണ്? 2 sin x cos x എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്നില്ല, ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നില്ല, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷെ ന്യൂമറേറ്റർ sin 8x നമുക്ക് കുറച്ച് കൊണ്ടുവരണം, അത് 2ലേക്ക് എത്തിക്കണം. അതായത് sin 8x കിട്ടണമെങ്കിൽ ഇവിടെ 2നെ ഏതുകൊണ്ട് ഗുണിച്ചാലാ 8 വരിക? 4 കൊണ്ട് ഗുണിച്ചാലല്ലേ. അപ്പം ഞാൻ ആ 4 കൊണ്ട് ഇവിടെ ഗുണിച്ചു എന്ന് വിചാരിക്കാം, അങ്ങനെ 8 ആയി. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഗുണിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡും ഗുണിക്കണ്ടേ? അപ്പോൾ റൈറ്റ് സൈഡിൽ ഗുണിക്കുമ്പോൾ ഇവിടെ ഒന്നും ഗുണിക്കാൻ പാടില്ല കേട്ടോ. 2 sin അതുപോലെ എഴുതുക. എക്സിൻ്റെ പ്ലേസിൽ ഏതുകൊണ്ട് ഗുണിക്കുക? 4 കൊണ്ട് ഗുണിക്കുക. ഏതുകൊണ്ട് ഗുണിക്കുക? ഇവിടെ 4 കൊണ്ട് ഗുണിച്ച് 8 ആക്കി. അപ്പോൾ ഇവിടെ 4 കൊണ്ട് 4a ഇൻറ്റു എക്സ് വരും, 4x. ഇവിടെയും കോസ് എക്സിൻ്റെ പ്ലേസിൽ 4 കൊണ്ട് ഗുണിക്കണം, ഇവിടെ ഇൻറ്റു 4 ചെയ്യണം, ഇവിടെ ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ ഇതെന്തായി മാറും? കോസ് 4x ആയി മാറി. ഓക്കെ, പിന്നെ ആയില്ല. ഇൻ ടേംസ് ഓഫ് 2x മാറ്റണം. sin 2x താഴെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 2 sin 4x cos 4x ആയുള്ളൂ. അതിന് വീണ്ടും കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ എഴുതുകയാണ്. അതിനെ 2 sin 4x ഇൻറ്റു cos 4x എന്ന് എഴുതി. sin 8x ഡിവൈഡഡ് ബൈ sin 2x എന്ന് എഴുതി. ശരിയല്ലേ? ഇങ്ങനെ എഴുതി. ഒന്നും കൂടെ കുറച്ച് 2x മാറ്റുകയാണ് sin 4x. cos 4x ഒന്നും ചെയ്യുന്നില്ല, കാരണം ആൻസറിൽ എന്തുണ്ട്? cos 4x ഉണ്ട്. അപ്പോൾ ഇതിനെ മാത്രം sin 4x sin 4x കിട്ടണമെങ്കിൽ ഈ 2നെ ഏതുകൊണ്ട് ഗുണിച്ചാലാ 4 വരിക? 2 കൊണ്ട് ഗുണിച്ചാലല്ലേ. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ച് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 2 കൊണ്ട് ഗുണിച്ച് എന്താക്കി? 4x ആക്കി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡും ചെയ്യണം. റൈറ്റ് സൈഡും എക്സിൻ്റെ പ്ലേസിൽ 2 sin അതുപോലെ എഴുതി. ഇവിടെ എക്സിനെ ഏതുകൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു, 2x. ഇവിടെ എക്സിനെ ഏതുകൊണ്ട് ഗുണിച്ചു? കോസ് 2x, 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇങ്ങനെയായി അല്ലേ sin 4x. അപ്പോൾ sin 4x ഇൻ ടേംസ് ഓഫ് 2x മാറി. 2 sin 4x പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 2x. 2 ഓൾറെഡി ഇവിടെ ഉണ്ട് ഒന്ന് അല്ലേ. 2 ഇൻറ്റു ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. പിന്നെ sin 4x ഒരു 2 ഉണ്ട്. ഇതാ 2 sin 2x cos 2x എന്നുണ്ട്. പിന്നെ cos 4x അതുപോലെ എഴുതുക, cos 4x ഡിവൈഡഡ് ബൈ sin 2x അതുപോലെ എഴുതുക. sin 2x 2 sin x cos x എന്ന് എഴുതരുത്, കാരണം ഇവിടെ നമുക്ക് ഒരു ടേം ക്യാൻസൽ ചെയ്യാണ്ടതാണ്. sin 2xും sin 2xും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തായി? 2 ഇൻറ്റു 2 4 cos 2x cos 4x. ആൻസർ ആയില്ലേ? നോക്കിയേ, ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഗസ്റ്റ് 2009 ചോദിച്ചതാണ്.
prove that sin 5x minus 2 sin 3x plus sin x divided by cos 5x minus cos x equal to tan x ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പ്രൂവ് ചെയ്യാനുള്ളത് LHS കൺസിഡർ ചെയ്യുക. LHS ഈക്വൽ ടു സൈൻ 5x മൈനസ് 2 sin 3x പ്ലസ് sin x ഡിവൈഡഡ് ബൈ cos 5x മൈനസ് cos x എന്ന് LHS കൺസിഡർ ചെയ്തു അല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ എന്തെങ്കിലും നമ്മൾ പഠിച്ച ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. നമുക്ക് സൈൻ 5x ഉണ്ട്, പക്ഷെ ഇതിൻ്റെ കൂടെ 2 sin 3x ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ആ സം ഫോർമുലയോ ഡിഫറൻസ് ഫോർമുലയോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ സൈൻ 5xൻ്റെ കൂടെ ഈ സൈൻ എക്സ് കൂട്ടി എഴുതുകയാണെങ്കിൽ നമുക്ക് സൈൻ എക്സ് എ പ്ലസ് സൈൻ വൈ എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. അപ്പോൾ ഒന്നും കൂടെ സിമ്പിളാവും. അതുപോലെ ഇവിടെ ഓൾറെഡി നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. കോസ് എക്സ് എ മൈനസ് കോസ് വൈക്ക് നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ടിനെയും ഒന്നിച്ചാക്കുക. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഒന്നിച്ചാക്കി എഴുതുകയാണ്. സൈൻ 5x എ പ്ലസ് സൈൻ എക്സ് എ മൈനസ് 2 sin 3x എ ഡിവൈഡഡ് ബൈ കോസ് 5x എ മൈനസ് കോസ് എക്സ് അല്ലേ. ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത്, ഒന്ന് സൈൻ എക്സ് എ പ്ലസ് സൈൻ വൈയും അടുത്തതോ കോസ് എക്സ് എ മൈനസ് കോസ് വൈയും. ഈ ടേം അതുപോലെ എഴുതുക. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞേ. ഏതാണ്? സൈൻ എക്സ് എ പ്ലസ് സൈൻ വൈ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് എ പ്ലസ് സൈൻ വൈ 2 sin x പ്ലസ് വൈ ബൈ 2 കോസ് x minus y by 2. അടുത്ത ഇക്വേഷൻ cos xa minus cos y. എന്താണ് cos xa minus cos y? cos xa minus cos y equal to minus 2 sin x plus y by 2 sin x minus y by 2. ഇതാണ് നമ്മളെ രണ്ട് ഇക്വേഷൻസ്. അത് നമുക്കിവിടെ പ്രയോഗിക്കാം. ഈക്വൽ ടു സൈൻ എക്സിൻ്റെ പ്ലേസിൽ 5x വൈൻ്റെ പ്ലേസിൽ എക്സും ആണ്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വരിക? 2 sin x പ്ലസ് വൈ ബൈ 2 5xa പ്ലസ് എക്സ് എ ഡിവൈഡ് ബൈ 2. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അങ്ങനെ തന്നെ എഴുതുകയാണ്. 5xa പ്ലസ് എക്സ് എ ഡിവൈഡ് ബൈ 2. അടുത്തതോ കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 5xa minus xa divided by 2 whole divided by അല്ലേ, ഡിവൈഡഡ് ബൈ സോറി ഒരു ടേമും കൂടെ അവിടെ ഉണ്ടല്ലോ, അതും കൂടെ എഴുതണം. അതുപോലെ എഴുതുക. ഏതാണ്? മൈനസ് 2 sin 3x മൈനസ് 2 sin 3x അതുപോലെ എഴുതി. അതിനൊന്നും ചെയ്യണ്ട കേട്ടോ. ഡിവൈഡഡ് ബൈ കോസ് എക്സ് എ മൈനസ് കോസ് വൈ എന്താണ്? മൈനസ് 2 sin രണ്ടും എക്സും വൈയും സെയിം ആണല്ലോ. 5xa പ്ലസ് എക്സ് എ ഡിവൈഡഡ് ബൈ 2 ആൻഡ് സൈൻ ഓഫ് 5xa മൈനസ് എക്സ് എ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ സിമിലർ ടേംസ് മേലെയും താഴെയും ക്യാൻസൽ ചെയ്യാം എന്ന് വിചാരിക്കരുത്. കാരണം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. മേലെ ഒറ്റ ടേം അല്ല, രണ്ട് ടേമാണ്. അതായത് ഇതൊരു ടേമും മൈനസ് ഇത് അടുത്ത ടേമും ഡിവൈഡ്. ഇത് ശരിക്കും എ മൈനസ് ബി ബൈ സി. ഇത് എയും ഇത് ബിയും ഇത് സിയുമാണെങ്കിൽ എ മൈനസ് ബി ബൈ സി എന്നുള്ള രൂപത്തിലാണ് ഇത് കിടപ്പ്. അതുകൊണ്ട് ഇവിടെയും കൂടെ വെട്ടാൻ പാടില്ല. കാരണം ഇവിടെയും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് മൂന്നോടത്തും കൂടെ വെട്ടാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പലരും ചെയ്യും ഇവിടുന്നും ഇതാ ഈ ടൂവും കൂടെ വെട്ടാൻ പറ്റണമെങ്കിൽ ഇവിടെയും കൂടെ ഉണ്ടാവണം. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ വെട്ടാം, നമുക്ക് മൂന്നോടത്തുനിന്നും കൂടെ വെട്ടാം. മനസ്സിലായോ? അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഒന്നും കൂടെ സിമ്പിളാക്കിയതിന് ശേഷം ചെയ്യുന്നുള്ളൂ. 2 sin 5x പ്ലസ് എക്സ് എന്താണ്? 6x അല്ലേ. 6x ബൈ 2 എന്ന് പറഞ്ഞാൽ 3x വരുമല്ലോ. 5xa പ്ലസ് 6x എന്താണ്? 6xa. 6xa ബൈ 2 പറഞ്ഞാൽ 3x വരുമല്ലോ. 2 sin 3xa കോസ് 5xa മൈനസ് എക്സ് 4x അല്ലേ. 4x ബൈ 2 എന്ന് പറഞ്ഞാൽ 2x വരും. 2x
മൈനസ് 2 സൈൻ 3x അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ ഇവിടെ ഒന്ന് സിമ്പിളാക്കുക മൈനസ് 2 സൈൻ 3x സൈൻ 2x. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് എയും ഇത് മൈനസ് ബിയും ഡിവൈഡ് ബൈ സിയുമാണ്. അപ്പോൾ വേഗം ക്യാൻസൽ ചെയ്യല്ലേ. ഇനി മേലെ 2 ടേംസ് ഉണ്ട്, ഒന്ന് ഇതും ഒന്ന് ഇതും. അതിൽ രണ്ടിലും കോമൺ ടേംസ് ഉണ്ട്, അത് വേണമെങ്കിൽ പുറത്തെടുക്കാം. ഏതാണ് കോമൺ ടേംസ്? 2 സൈൻ 2 ഉണ്ട്, ഇവിടെയുണ്ട്. സൈൻ 3x ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 2 സൈൻ 3x കോമൺ എടുത്തു. ബാക്കി കോസ് 2x, ഇവിടെ ബാക്കി റിമൈനിങ് 2x മൈനസ് ഇവിടെ ഒന്നുമില്ല 1 ആണ് അപ്പോൾ ഉള്ളത്. കോസ് 2x മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഒറ്റ ടേം ആണല്ലോ, അപ്പോൾ അത് അതുപോലെ എഴുതാം മൈനസ് 2 സൈൻ 3x സൈൻ 2x. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. മേലെന്ന് രണ്ടിടത്തൊന്നും കോമൺ എടുത്തല്ലോ. ഇനി നമുക്ക് ഏത് ക്യാൻസൽ ചെയ്യാം? എന്താ മേലെയുണ്ട് 2 സൈൻ 3x, ഇതിന്ന് രണ്ടിന്നും കൂടെ എടുത്തിട്ടാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് അവിടെ കിടക്കട്ടെ, 2 സൈൻ 3x ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തായി ഇപ്പോൾ മേലെ? കോസ് 2x മൈനസ് 1 ബൈ മൈനസ് സൈൻ 2x ആയി മാറി അല്ലേ? മൈനസ് 2 സൈൻ 2x ആയി മാറി. ഇപ്പോൾ മൈനസ് ഇവിടെ ഉണ്ടല്ലോ ഡിനോമിനേറ്റർ. എ ബൈ മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് എ ബൈ ബിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് മൈനസ് കിടക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററിൽ കൊടുത്താലും മതി. അപ്പോൾ ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്ത് മൈനസ് ഓഫ് എന്ന് വരും. മൈനസ് ഓഫ് കോസ് 2x മൈനസ് 1 ഡിവൈഡ് ബൈ സൈൻ 2x മേലെ കൊടുത്തു ഞാൻ. അതെന്തിനാവശ്യം? നമുക്കൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുണ്ട്. ഇത് ഉള്ളിലേക്ക് ഗുണിച്ചാൽ മൈനസ് കോസ് 2x പ്ലസ് 1, ദാറ്റ് ഈസ് ആദ്യം 1 എഴുതുകയാണ്. 1 മൈനസ് കോസ് 2x എങ്ങനെയാണ്? മൈനസ് കോസ് 2x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ആവും. അപ്പോൾ മൈനസ് കോസ് 2x പ്ലസ് 1 എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? 1 മൈനസ് കോസ് 2x. അപ്പോൾ 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ എന്തായി മാറി? സൈൻ 2x ആയി മാറി. ഇനി 1 മൈനസ് കോസ് 2xന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? ആൻസർ എന്താ കിട്ടേണ്ടത്? വെറും സിമ്പിൾ ടാൻ x എന്ന് കിട്ടണം അല്ലേ? 1 മൈനസ് കോസ് 2xന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. എന്താണ്? ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല പ്രോബ്ലംസിലും യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു സൈൻ സ്ക്വയർ x എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് നമുക്ക് ഏതെടുക്കാം? 1 മൈനസ് കോസ് 2x മാത്രം എടുക്കാം. അപ്പോൾ എന്താണ് 1 മൈനസ് കോസ് 2x കിട്ടുക? 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 സൈൻ സ്ക്വയർ x എന്ന് കിട്ടും. അപ്പോൾ അതിന് പകരം നമുക്ക് അത് കൊടുക്കാം. അതുപോലെ സൈൻ 2xന് നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2 സൈൻ x കോസ് x. എന്താണ്? 2 സൈൻ x കോസ് x. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 1 മൈനസ് കോസ് 2xന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 സൈൻ സ്ക്വയർ x എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ സൈൻ 2xന് പകരം 2 സൈൻ x കോസ് x എന്നും കൊടുക്കാം. 2 ക്യാൻസൽ, മേലെ ഒരു ടേം താഴെ ഒരു ടേം, ഒരു സൈന് ക്യാൻസൽഡ്. ബാക്കി ഇവിടെ ഒരു സൈൻ മാത്രമേ ഉള്ളൂ. ഒരു സൈൻ x ബൈ കോസ് x എന്തായി മാറും? ടാൻ x. സൈൻ x ബൈ കോസ് x ഈക്വൽ ടു ടാൻ x. ക്ലിയർ ആയല്ലോ? അടുത്തത് 7th പ്രോബ്ലം ആണ്. മാർച്ച് 2012 ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂവ് ദാറ്റ് കോസ് 3x പ്ലസ് കോസ് 7x മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 3x മൈനസ് സൈൻ 2x ഈക്വൽ ടു കോട്ട് 2x ആണെന്ന് തെളിയിക്കാൻ, പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഫോർ ദാറ്റ് വി കൺസിഡർ LHS 7 സൊല്യൂഷൻ. LHS കൺസിഡർ ചെയ്യാണ്. LHS എന്തായിരുന്നു? കോസ് 3x പ്ലസ് കോസ് 7x മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ സൈൻ 7x മൈനസ് സൈൻ 3x മൈനസ് സൈൻ 2x കൺസിഡർ ചെയ്തു.
ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ വേഗം എന്ത് ചെയ്യും, ഇത് രണ്ടും എടുക്കും. ഇവിടെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, കാരണം ഇത് മൂന്നും ഇങ്ങനെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ആണോ എടുക്കുക, അതോ ഇത് രണ്ടും ആണോ എടുക്കുക, അതോ ഇത് രണ്ടും ആണോ ചേർത്ത് എടുക്കുക എന്ന് എങ്ങനെ തീരുമാനിക്കുക? അതായത് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ cos xa പ്ലസ് cos y അല്ലെങ്കിൽ cos xa മൈനസ് cos y. ഇതെങ്ങനെ തീരുമാനിക്കാന്നോ? എന്താണ് cos of x പ്ലസ് y, cos xa പ്ലസ് cos y എന്താണ്? 2 cos x പ്ലസ് y ബൈ 2 cos x മൈനസ് y ബൈ 2 ആണ്. അപ്പോൾ ആ എക്സും വൈയും കൂടെ കൂട്ടി ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഫ്രാക്ഷൻ വരാത്ത രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇത് രണ്ടുമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ 7x-ഉം 2x-ഉം കൂട്ടിയാൽ 9x വരിക. 9x ബൈ 2 എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതല്ലേ വരിക, പിന്നെ സംഖ്യയല്ലേ വരിക, ഫ്രാക്ഷൻ അല്ലേ വരിക. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരാത്ത രീതിയിൽ സെലക്ട് ചെയ്യാം. നേരെ മറിച്ച് ഈ 3ഉം 7ഉം എടുക്കുകയാണെങ്കിൽ 3ഉം കൂടെ 2ഉം കൂടെ കൂട്ടിയാൽ 10x ബൈ 2 വരും. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് 5x എന്ന് എഴുതാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യുക? 3ഉം 2ഉം പറ്റൂല, കാരണം 3xa പ്ലസ് 2x 5x ആണ്. 5x ബൈ 2 എന്ന് പറഞ്ഞാൽ വീണ്ടും ഫ്രാക്ഷൻ വരും, അങ്ങനെ വരരുത്. അപ്പം നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റുക? രണ്ടും കൂടെ കൂട്ടി ഡിവൈഡ്, അതായത് 2 cos of x പ്ലസ് y ബൈ 2. അതിൽ x പ്ലസ് y ബൈ 2 എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന നമ്പർ ആയിരിക്കണം. അതായത് ഈവൻ നമ്പർ വരണം. ഇപ്പോൾ 3 പ്ലസ് 7 10 ബട്ട് 3 പ്ലസ് 2 ഓടാണ്, അത് പറ്റില്ല. പിന്നെ 7 മൈനസ് 2 7 പ്ലസ് 2 അതും ഓടാണ്, അതും പറ്റില്ല. അപ്പോൾ ഏത് സെലക്ട് ചെയ്യാം? 3xa പ്ലസ് 7xa. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, 3ഉം 2ഉം സെലക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല, ഓടാണ്. പിന്നെ 7ഉം 2ഉം പറ്റുമോ? അതും പറ്റില്ല. 7ഉം 3ഉം പറ്റും. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചുള്ളത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരു ബ്രാക്കറ്റിലാക്കുക. ഇത് രണ്ടും തന്നെയാണ്, അടുത്ത് തന്നെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ബ്രാക്കറ്റ് ഇട്ടു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചാക്കി. ഇനി നമുക്കിവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. cos xa പ്ലസ് cos y എന്താണ്? cos x നമ്മൾ പഠിച്ച ഇക്വേഷൻ cos xa പ്ലസ് cos y ഈക്വൽ ടു 2 cos x പ്ലസ് y ബൈ 2 cos x മൈനസ് y ബൈ 2. അതേപോലെ ഡിനോമിനേറ്ററിൽ നമ്മൾ ഏതാ അപ്ലൈ ചെയ്യുക? sin xa മൈനസ് sin y. എന്താണ് sin xa മൈനസ് sin y? sin xa മൈനസ് sin y ഈസ് ഈക്വൽ ടു 2 sin, ആണോ? 2 sin അല്ല, 2 cos ആണ്. 2 cos x പ്ലസ് y ബൈ 2 sin x മൈനസ് y ബൈ 2. ഇതാണ് രണ്ട് ഇക്വേഷൻസ്. അത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു cos 3x പ്ലസ് cos 7x. എക്സിൻ്റെ പ്ലേസിൽ 3xും വൈൻ്റെ പ്ലേസിൽ 7xും. അത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഇത് x ആക്കാം, അല്ലെങ്കിൽ ഇത് y ആക്കാം, അല്ലെങ്കിലോ ഇത് y ആക്കാം, ഇത് x ആക്കാം. നോ പ്രോബ്ലം, അതിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതെന്ത് വരും? 2 cos x പ്ലസ് y ബൈ 2. എക്സിൻ്റെ പ്ലേസിൽ 3xും വൈൻ്റെ പ്ലേസിൽ 7xും ഡിവൈഡ് ബൈ 2 cos 3x മൈനസ് 7x ഡിവൈഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ ആ മൈനസ് cos 2x അതുപോലെ എഴുതുക കേട്ടോ. മൈനസ് cos 2x അതുപോലെ എഴുതി. ഓക്കെ, മൈനസ് cos 2x അതുപോലെ എഴുതി. ഡിനോമിനേറ്റർ sin x മൈനസ് sin y നമ്മൾ എഴുതിയിട്ടുണ്ട്. 2 cos x പ്ലസ് y ബൈ 2 7xa പ്ലസ് 3x. അങ്ങനെയാണ്, തിരിച്ചാണ്. 7xa പ്ലസ് 3xa ബൈ 2 പിന്നെ sin ഓഫ് 7x മൈനസ് 3xa ഡിവൈഡ് ബൈ 2 അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. മൈനസ് sin 2x അതുപോലെ എഴുതുക, മൈനസ് sin 2x അതുപോലെ എഴുതുക. ഓക്കെ, ക്ലിയർ? ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? ഇനിയോ ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുക. മേലെ സിംപ്ലിഫൈ ചെയ്യുക. 2 cos 10x ബൈ 2 5x ആവും.
3x മൈനസ് 7x എന്ത് വരും? മൈനസ് 4x അല്ലേ? 3xൽ നിന്ന് 7x കുറയ്ക്കുകയാണ് മൈനസ് 4x. മൈനസ് 4x/2 എന്ന് വന്നാൽ എന്ത് വരും? മൈനസ് 2x വരും അല്ലേ? അപ്പോൾ എന്താ വരിക? മൈനസ് 2x. കോസ് ഓഫ് മൈനസ് 2x മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 cos 10x/2 again 5x. 7x minus 3x 4x/2 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ sin 2x മൈനസ് sin 2x അതുപോലെ എഴുതി, മൈനസ് sin 2x അതുപോലെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എന്താണ്? കോസ് ഓഫ് മൈനസ് എക്സ് പ്ലസ് കോസ് എക്സ് അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് കോസ് ഓഫ് മൈനസ് 2x പ്ലസ് കോസ് 2x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ മാറ്റുകയാണ്, ഇവിടെ തന്നെ മാറ്റുകയാണ്. അതെന്തായി മാറി? കോസ് 2x ആയി മാറി. ഇനി ആലോചിക്കുക, ഇവിടെ 2 ടേം ഉണ്ട് ന്യൂമറേറ്ററിൽ. രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേംസ് ഉണ്ടോ? ഉണ്ട്. ഏതാ? കോസ് 2x ഉണ്ട്, ഇവിടെ ഉണ്ട് കോസ് 2x. അത് പുറത്തെടുക്കുക. കോസ് 2x പുറത്തെടുത്തു. ബാക്കിയില്ല അതുപോലെ എഴുതുക. 2 cos 5x മൈനസ് 1 അല്ലേ? ഡിനോമിനേറ്റർ 2 ടേംസ് ഉണ്ട്, രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേം ഉണ്ടോ? ഉണ്ട്. ഏതാ? sin 2x. ആ sin 2xും പുറത്തെടുക്കുക. ബാക്കി 2 cos 5x മൈനസ് 1 ശരിയല്ലേ? 2 cos 5x മൈനസ് 1. ഇനി മേലെയും താഴെയും കോമൺ ആയിട്ടുള്ള ടേം ഉണ്ടല്ലോ. ഏതാ? 2 cos 5x മൈനസ് 1. അത് രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി cos 2x ബൈ sin 2x. എന്താണ് cos x ബൈ sin x? cot x അല്ലേ? sin x ബൈ cos x tan x ഉം cos x ബൈ sin x എന്താ? cot x ആണ്. therefore cos 2x ബൈ sin 2x എന്തായിരിക്കും? cot അല്ലേ? cot 2x. കാരണം എന്താ? cot x എന്ന് പറഞ്ഞാൽ cos x ബൈ sin x ആണ്. അപ്പോൾ cot 2x വരണമെങ്കിൽ cos 2x ഡിവൈഡ് ബൈ sin 2x. ഇതല്ലേ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് cos 8a ഇൻറ്റു cos 5a മൈനസ് cos 12a ഇൻറ്റു cos 9a ഡിവൈഡഡ് ബൈ sin 8a cos 5a പ്ലസ് cos 12a sin 9a ഈക്വൽ ടു tan 4a എന്ന് തെളിയിക്കണം. കാണിച്ചു കൊടുക്കാനാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോബ്ലം ആണ്, പക്ഷേ ഇത് ഒക്ടോബർ 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തോന്നും cos x cos y മൈനസ് അങ്ങനെയാണ് sin x sin y എന്നുള്ള രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതല്ല, ആ ഇക്വേഷൻ അല്ല. നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. cos x cos y ആണെങ്കിലും ഇവിടെ മൈനസ് sin x sin y അല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പ്രൊഡക്റ്റ് ഫോമുല ഉപയോഗിക്കാം. ഏത്? അതിനിവിടെ 2 cos x cos y ആണെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ഏത്? പ്രൊഡക്റ്റ് ഫോമുല ഉപയോഗിക്കാം. പ്രൊഡക്റ്റിൽ നിന്ന് സമ്മിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ആക്കാം. എങ്ങനെ? ഒരു 2 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് LHS കൺസിഡർ ചെയ്യാം. LHS cos 8a cos 5a മൈനസ് cos 12a ഇൻറ്റു cos 9a ഡിവൈഡഡ് ബൈ sin 8a cos 5a plus cos 12a sin 9a. LHS നമ്മൾ കൺസിഡർ ചെയ്തു. നമുക്ക് ഒരു ഇക്വേഷനും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നമുക്ക് ന്യൂമറേറ്ററിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നാൽ നമുക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്യുക. 2 cos 8a cos 5a മൈനസ് 2 cos 12a cos 9a ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 sin 8a cos 5a പ്ലസ് 2 cos
2 cos 12a sin 9a അല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 cos xa cos y ഇക്വേഷൻ ഉണ്ടല്ലോ. അതുപോലെ 2 cos xa cos y, അതുപോലെ തന്നെ 2 sin xa cos y, അതുപോലെ തന്നെ 2 cos xa sin y. ഈ 4 എണ്ണത്തിനും 4 ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻസ് ഒന്ന് സൈഡിൽ എഴുതി ഇടാം. ആദ്യത്തേത് എന്താണ്? ആദ്യത്തെ ഇക്വേഷൻ 2 cos xa cos y. എന്തായിരുന്നു ഇക്വേഷൻ? 2 cos xa cos y. ഇക്വേഷൻ എന്തായിരുന്നു? കോസ് ഓഫ്, രണ്ടും കോസ് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ അല്ലേ? പിന്നെ രണ്ടാമത്തത് അഗെയിൻ 2 cos xa cos y. അപ്പം ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുക അല്ലേ? അവിടെയും എന്താണ്? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ. ഡിനോമിനേറ്ററിൽ 2 sin xa cos y, 2 sin xa cos y. നമുക്ക് ഏത് ഉപയോഗിക്കാം? എന്താണ് 2 sin xa cos y? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ആണ്. ഇതൊന്ന്, ഇത് രണ്ടാമത്തത്. ഇനി ഇവിടെ വേറെ 2 cos xa sin y അല്ലേ? 2 cos xa sin y. എന്താണ് ഇക്വേഷൻ? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. അപ്പോൾ എല്ലാ ഇക്വേഷൻസും ആയി അല്ലേ? 3 ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഇത് സെയിം ആയതുകൊണ്ട് നമ്മൾ അതേ ഇക്വേഷൻ തന്നെ അവിടെ യൂസ് ചെയ്യുന്നു. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു എന്താണ് സംഭവിക്കുക നോക്കാം. ഈക്വൽ ടു 2 cos xa cos y. എക്സിൻ്റെ പ്ലേസിൽ 8aയും വൈൻ്റെ പ്ലേസിൽ 5aയും, ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 12aയും വൈൻ്റെ പ്ലേസിൽ 9aയും കൊടുത്ത് ഇക്വേഷൻസ് കൊടുക്കാം. ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 8a പ്ലസ് 5a, 8a പ്ലസ് 5a. കോസ് ഓഫ് 8a പ്ലസ് 5a പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. അതിൻ്റെ തന്നെ കഴിഞ്ഞിട്ടില്ല. കോസ് ഓഫ് 8a മൈനസ് 5a മൈനസ് അല്ലേ? മൈനസ് 2 cos xa cos y. അഗെയിൻ അപ്ലൈ ചെയ്യാം. കോസ് മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ 12a പ്ലസ് 9a. ഇവിടെ എക്സ് 12aയും വൈ 9aയും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ മൈനസ് ആണ്. ഈ മൈനസ് ഇടുന്നത് കൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇടുക. കാരണം ഉള്ളിലുള്ളതിനൊക്കെ മൈനസ് ബാധകമാണ്. പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. കോസ് ഓഫ് 12a മൈനസ് 9a. ഓക്കെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡിവൈഡഡ് ബൈ, ഹോൾ ഡിവൈഡഡ് ബൈ, താഴെ അപ്ലൈ ചെയ്യുക. 2 sin xa cos yന് എന്താണ് ഇക്വേഷൻ? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് 8a പ്ലസ് 5a, പിന്നെ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ 8a മൈനസ് 5a എക്സ് മൈനസ് വൈ. പിന്നെ 2 cos xa സൈൻ വൈക്ക് വീണ്ടും ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് 12a പ്ലസ് 9a അല്ലേ? മൈനസ് ആണ്. മൈനസ് ഇവിടെ പിന്നെ പ്ലസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ബ്രാക്കറ്റ് വേണമെന്നില്ല. മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, സൈൻ ഓഫ് 12a മൈനസ് 9a, സൈൻ എ
അല്ലേ, സൈൻ ഓഫ് 12a മൈനസ് 9a. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓക്കെ ആയി. ക്ലിയർ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെയാ വരിക നോക്കാം. ഈക്വൽ ടു കോസ് ഓഫ് 8a പ്ലസ് 5a കോസ് 13a, കോസ് 13a പ്ലസ് കോസ് 8a മൈനസ് 5a കോസ് 3a, കോസ് 3a മൈനസ്, പിന്നെ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ്, അപ്പം മൈനസ് കോസ് 12a പ്ലസ് 9a എന്ത് വരും? 21a മൈനസ് കോസ് 21a. പിന്നെ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് കോസ് 12a മൈനസ് 9a. 12aയിൽ നിന്ന് 9a കുറച്ച് കഴിഞ്ഞാൽ എന്താ വരിക? 3a. അപ്പോൾ ശ്രദ്ധിക്കുക, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്, കോസ് 3a, കോസ് 3a ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സൈൻ ഓഫ് 8a പ്ലസ് 5a സൈൻ 13a പ്ലസ് സൈൻ 8a മൈനസ് 5a സൈൻ 3a, പിന്നെ പ്ലസ് സൈൻ 12a പ്ലസ് 9a സൈൻ 21a മൈനസ് സൈൻ 12a മൈനസ് 9a 3a, 12a മൈനസ് 9a 3a. ഇത്ര സിമ്പിളായിട്ട് വരും. ഇനി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും നോക്കുക. ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യാം. ദാ കോസ് 3a മൈനസ് കോസ് 3a ക്യാൻസൽ, പിന്നെ സൈൻ 3a മൈനസ് സൈൻ 3a ക്യാൻസൽ. വളരെ സിമ്പിളായിട്ട് വന്നു. ഇനി വീണ്ടും നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇത് എക്സാമിന് ചോദിച്ചതാണ്, കുറച്ച് ലെങ്തി ആണെങ്കിലും സിമ്പിളാണ്. കോസ് 13a മൈനസ് കോസ് 21a ഡിവൈഡഡ് ബൈ സൈൻ 13a പ്ലസ് സൈൻ 21a അല്ലേ? ഇത്ര സിമ്പിളായിട്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഏതായിരുന്നു ഇക്വേഷൻ? കോസ് എക്സ് എ മൈനസ് കോസ് വൈ നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ. അതുപോലെ സൈൻ എക്സ് എ പ്ലസ് സൈൻ വൈ അതിനും നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇത് ന്യൂമറേറ്റർ കോസ് എക്സ് എ മൈനസ് കോസ് വൈ എന്നുള്ള രൂപത്തിലാണ്. എന്താണ് കോസ് എക്സ് എ മൈനസ് കോസ് വൈ? കോസ് എക്സ് എ മൈനസ് കോസ് വൈ ഈക്വൽ ടു എന്തായിരുന്നു? മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. അടുത്തത് സൈൻ എക്സ് എ പ്ലസ് സൈൻ വൈ. ഇക്വേഷൻ എന്തായിരുന്നു? ഇതൊന്നാമത്തെ ഇക്വേഷൻ. എന്താണ്? സൈൻ എക്സ് എ പ്ലസ് സൈൻ വൈ ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് രണ്ട് ഇക്വേഷൻസ്. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും നോക്കാം. കോസ് എക്സ് എ മൈനസ് കോസ് വൈ എന്താണ്? മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2. എക്സ് 13a അല്ലേ, വൈയോ 21a. അപ്പോൾ എക്സ് പ്ലസ് വൈ 13a പ്ലസ് 21a, 13a പ്ലസ് 21a ഡിവൈഡ് ബൈ 2. അടുത്തത് സൈൻ ഓഫ് 13a മൈനസ് 21a ഡിവൈഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ അല്ലേ. ആ ഡിഫറൻസ് പ്രൊഡക്റ്റിലേക്ക് മാറുകയാണ്. അപ്പം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഡിവൈഡഡ് ബൈ ഇത് എന്തിനാ അതിലേക്ക് മാറ്റണം? ഇങ്ങനെ എഴുതിയാൽ പോരെ. ഇത് സിമ്പിൾ ആയിട്ടില്ലല്ലോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും
ഉണ്ട്. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? tan 4a എന്ന് കിട്ടണം അല്ലേ? ഒറ്റ ടേമിലേക്ക് മാറണം. അപ്പോൾ ഈ ഡിഫറൻസിനെ നമുക്ക് പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ അത് ഒറ്റ ടേമായി. ഡിനോമിനേറ്ററിനെയും സമ്മാണ്, അതിനെ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് ഒറ്റ ടേമായി. അപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യാം, അങ്ങനെ നമുക്ക് ഒറ്റ ടേമിലേക്ക് എത്താം. അപ്പോൾ sin x plus sin y 2 sin 13a plus 21a divided by 2 cos 13a minus 21a divided by 2 ഇങ്ങനെയായി മാറി അല്ലേ? ഇനി സിംപ്ലിഫൈ ചെയ്യാം ഒന്നും കൂടെ, നമുക്ക് ആൻസർ എത്തും. സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? ഈക്വൽ ടു -2 sin 13a plus 21a എന്താ വരിക? 34a അല്ലേ? 34a divided by 2. അടുത്തത് sin of 13a minus 21a എത്ര വരിക? 80a by 2 ശരിയല്ലേ? ഡിവൈഡഡ് ബൈ 2 sin 34a by 2. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് ഉണ്ട്. കാരണം എന്താണ്? 13a നിന്നാണ് 21a കുറയ്ക്കുന്നത്, അപ്പം മൈനസ് അല്ലേ വരിക? മൈനസ് എന്താ വരിക? -80a by 2. ഇവിടെ കോസ് ഓഫ് 13a മൈനസ് 21a, ഇവിടെ മൈനസ് വരും, 80a by 2. ഒന്നും കൂടെ സിമ്പിളാക്കാം. -2 sin 34a by 2 പറഞ്ഞാൽ 17a. സൈൻ ഓഫ് മൈനസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മൈനസ് സൈൻ ആണ് അല്ലേ? അപ്പം എന്ത് വരും? ഇൻറ്റു -sin 8 by 2 ക്യാൻസൽ ചെയ്താൽ ഇത് 17, ഇത് 4, -sin 4a. സൈൻ ഓഫ് -4a എന്നാ വരിക, ദാറ്റ് ഈസ് -sin 4a ഡിവൈഡഡ് ബൈ 2 sin 17a കോസ് ഓഫ് -4a എന്നാ വരിക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടിയിൽ, കോസ് ഓഫ് -xa എന്ന് പറഞ്ഞാൽ പ്ലസ് കോസ് x ആണ്. അപ്പം ഇത് എന്തായി മാറും? പ്ലസ് കോസ് 4a ആയി മാറും. ഓക്കെ, ഇനി സെയിം ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ദാ 2 ഒറ്റ ടേമാണ് കേട്ടോ, ഇത് ഒറ്റ ടേമാണ്. 2 ക്യാൻസൽ. സൈൻ 17a കാരണം ഒക്കെ ഇൻറ്റു ആണ്, അതുകൊണ്ടാണ്. ഇൻറ്റു മൈനസ് നെഗറ്റീവ് ചിഹ്നമാണെന്ന് മാത്രമേ ഉള്ളൂ. സൈൻ 17a ക്യാൻസൽ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൈനസ് ഇൻറ്റു മൈനസ് ഇതെന്തായി മാറി? പോസിറ്റീവായി മാറി. ഇവിടെ എന്തേ ഉള്ളൂ? സൈൻ 4a ഉള്ളൂ ഡിവൈഡഡ് ബൈ താഴെയോ കോസ് 4a, കോസ് 4a അല്ലേ? എന്താണ് സൈൻ 4a ബൈ കോസ് 4a? ആൻസറിലേക്ക് എത്തിയാലോ? എന്താണ്? tan 4a. ഓക്കെ, ക്ലിയർ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ലെങ്തി ആണെങ്കിലും